തമിഴിലും മറ്റു ഭാഷകളിലുമൊക്കെ റീ റിലീസ് ചെയ്യുന്ന ട്രെൻഡ് വളരെ കാലമായിട്ട് തുടങ്ങിയതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളത്തിൽ തുടരെ തുടരെ റീ റിലീസ് ഉണ്ടാവുന്നു. റീമാസ്റ്റർ ചെയ്ത 4K വേർഷനുകൾ റിലീസ് ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി റീ റിലീസ് ചെയ്ത ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ തന്നെ ആദ്യ 3D ചിത്രം. മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ പരിഷ്കരിച്ച പതിപ്പുകൾ 1997ലും 2011ലും പുറത്തു വന്നു. 1997ൽ കുട്ടിച്ചാത്തന്റെ പുതുക്കിയ രണ്ടാം പതിപ്പും 2011ൽ മൂന്നാം പതിപ്പും തിയേറ്ററുകളിലെത്തി. പുതിയ പതിപ്പുകളിൽ പല രംഗങ്ങളും കൂട്ടിച്ചേർത്തിരുന്നു. TK രാജീവ്കുമാറിന്റെ സംവിധാനത്തിൽ KP നമ്പ്യാതിരി ചിത്രീകരിച്ച കുറച്ച് രംഗങ്ങളും ചേർത്താണ് 1997ൽ കുട്ടിച്ചാത്തൻ വീണ്ടും പ്രദർശനത്തിനെത്തിയത്. എക്കാലത്തെയും ആക്ഷൻ മാസ് ചിത്രങ്ങളിലൊന്നായ സ്ഫടികം 2023 ലോകമെമ്പാടും 500ൽ പരം തിയേറ്ററുകളിലാണ് റീ റിലീസ് ചെയ്തത്. ലാലേട്ടന്റെ ആടുതോമയെ മിസ് ചെയ്തവർ ഒന്നും കൂടി തിയേറ്ററിൽ കാണാൻ തിരക്കുകൂട്ടി. സ്ഫടികത്തിൽ കിട്ടിയ ആവേശം മറ്റു സിനിമകൾക്കും റീ റിലീസ് ചെയ്യുന്നതിന് പ്രേരകമായി. എത്ര കണ്ടാലും മലയാളികൾക്ക് മതിവരാത്ത ചിത്രങ്ങളിലൊന്നാണ് മണിച്ചിത്രത്താഴ്. കോമഡി, ത്രില്ലർ, സ്റ്റാർ കാസ്റ്റ്, സംവിധാനം എല്ലാം കൊണ്ടും മികച്ചത്. ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ഇത്രയും എൻജോയ് ചെയ്ത് തിയേറ്ററിൽ കാണാൻ കഴിയുന്ന സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള വേറൊരു ചിത്രമില്ല. അതേസമയം തിരക്കഥയിലും സംവിധാനത്തിലും അഭിനയത്തിലുമെല്ലാം മാസ്റ്റർ ക്ലാസ് ആയിട്ടുള്ള കൾട്ട് ക്ലാസിക് എവർഗ്രീൻ ചിത്രം. റീ റിലീസ് ചെയ്തപ്പോഴും അത് അങ്ങനെ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കി. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമ ആയതുകൊണ്ടാവും 2000ൽ ഇറങ്ങിയ ദേവദൂതൻ തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. അന്നത്തെ കാലത്തെ പ്രേക്ഷകർക്ക് യോജിക്കാൻ കഴിയാതെ പോയൊരു സിനിമ. പക്ഷെ സാങ്കേതിക തനിമയിൽ പുതുമോടിയുമായി റീ റിലീസ് ചെയ്തപ്പോൾ സിനിമ ഹിറ്റായി. 50 ദിവസത്തിൽ കൂടുതൽ ഓടിയ ചിത്രം 5 കോടി രൂപയിലേറെ നേടി. മമ്മൂട്ടിയുടെ എക്കാലത്തെ മാസ് എന്റർടൈനർ ചിത്രം വല്യേട്ടനും നിരൂപക പ്രശംസ നേടിയ പാലേരി മാണിക്കും ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയും വലിയ ആരവങ്ങളൊന്നും ഇല്ലാതെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ആരവം തിയേറ്ററുകളിലും ഉയർന്നില്ല. ഇനി റീ റിലീസിന് വരാൻ പോകുന്ന ചിത്രങ്ങളിലൊന്നാണ് വടക്കൻ വീരഗാഥ. MDയുടെ എക്കാലത്തെയും മികച്ച തിരക്കഥകളിൽ പിറന്ന ക്ലാസിക് ഫിലിമാണിത്. ദേവാസുരം, തേന്മാവിൻ കൊമ്പത്ത്, സമ്മർ ഇൻ ബത്ലഹേം, ആറാം തമ്പുരാൻ, അൻവർ തുടങ്ങിയ സിനിമകളും റീ റിലീസിന് തയ്യാറാവുകയാണ്. ക്ലാസിക് ചിത്രങ്ങളാണ് റീ റിലീസിന് ഒരുങ്ങുന്നതിൽ ഏറെയും. മലയാളത്തിൽ വൈകി വന്ന റീ റിലീസ് ട്രെൻഡിന് കൂടുതൽ മാർക്കറ്റ് ലാലേട്ടനാണെന്ന് തോന്നുന്നു. വിന്റേജ് മോഹൻലാൽ സിനിമകൾ കയ്യടി നേടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ റീ റിലീസ് ചെയ്യുന്ന ആദ്യ സിനിമയാണ് അൽഫോൺസ് പുത്രന്റെ പ്രേമം. അതും 3 പ്രാവശ്യം റീ റിലീസ് ചെയ്തു. ഇനിയും തിയേറ്ററിൽ ഈ സിനിമ കാണാൻ തമിഴ് പ്രേക്ഷകർ തയ്യാറാണ്. എന്തുകൊണ്ട് റീ റിലീസ് എന്ന് ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഒരുപാട് നല്ല മലയാള സിനിമകൾ തിയേറ്ററിൽ മിസ്സായ തലമുറയ്ക്ക് പുതിയൊരു എക്സ്പീരിയൻസും കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണാനുള്ള അവസരവും റീ റിലീസ് സമ്മാനിക്കുന്നു. മോണിറ്ററി ബെനിഫിറ്റും ഒരിക്കൽ വിചാരിച്ച പോലെ റെസ്പോൺസ് കിട്ടാത്ത കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾക്ക് കൂടുതൽ പ്രേക്ഷക അംഗീകാരവും അണിയറ പ്രവർത്തകർക്ക് സംതൃപ്തിയും അകാലത്തിൽ പൊലിഞ്ഞുപോയ കലാകാരന്മാരെ ബിഗ് സ്ക്രീനിൽ കാണുന്നതിന് ഇതൊരു അവസരമാകുന്നു. ഇനിയും എത്രയോ സിനിമകൾ വീണ്ടും കാണാൻ ഓഡിയൻസ് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്കും വീണ്ടും തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യൂ.